ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ രാവിലെ തന്നെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം നിസ്കരിച്ച് അതിനുശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ച് വരാൻ നിന്ന്. മഴ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം മഴ ജസ്റ്റ് ഒന്ന് തോർന്നതിന് ശേഷം ഞാൻ വേഗം മുറ്റവും കാര്യങ്ങളൊക്കെ വേഗം വൃത്തിയാക്കി. അതിനുശേഷം ഇക്കയ്ക്ക് ചായയും നാസ്തയൊക്കെ കൊടുത്ത് ഇക്ക പണിക്ക് പോയി. പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വേറെ പിരിച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഇക്കാൻ്റെ വാർഡ്രോബ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കാൻ. പിന്നെ ഞാൻ മോനിക്ക് പാലൊക്കെ കൊടുത്ത് മോനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നാസ്ത കഴിക്കാൻ ടൈമായി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഒരുമിച്ചൊരു നാസ്ത കഴിച്ച്. ചപ്പാത്തി മുട്ട റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓരോരോ കുശലവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നാസ്ത കഴിച്ചത്. അങ്ങനെ പിന്നെ കഴിച്ച കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതിങ്ങനെ കഴുകുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ വീട്ടിലെ കുക്കിംഗ് മെയിനായിട്ട് ഉമ്മയും ഇത്താത്തയും തന്നെയാണ്. ഞാൻ പിന്നെ എന്തെങ്കിലും അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്തു കൊടുക്കുള്ളൂ. പിന്നെ ഇത്താത്ത രാവിലെ തന്നെ എനിക്ക് വേഗം അടിച്ച് വാരി തന്ന് ഞാൻ പിന്നെ വേഗം തുടച്ച്. അപ്പോൾ മോൻ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സൗണ്ടൊന്നും ഇല്ലാണ്ട് മെല്ലെയാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞതിന് ശേഷം വറക്കാനുള്ളതും തക്കാളിക്കറി ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാൻ വേഗം അരിഞ്ഞ് കൊടുത്ത്. അങ്ങനെ പിന്നെ വേഗം വറവും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം, നമ്മളിവിടെ വറവ് എന്നും തോരൻ എന്നൊക്കെ പറയും, നിങ്ങളവിടെ എന്താ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഇത് കൂടാണ്ട് ഇന്ന് മത്തി ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മസാല തേച്ചിട്ട് വെച്ച്. അങ്ങനെ പിന്നെ ഉമ്മ അലക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ഒലുമ്പിയെടുത്തു. അപ്പോൾ ഇന്നൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം അതൊക്കെ ഒലുമ്പിയെടുത്ത് അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളെയും മോനെയും കുളിപ്പിക്കണം. അപ്പോൾ മോളെ തലയിൽ വേഗം എണ്ണയും കാര്യങ്ങളൊക്കെ തേപ്പിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കുളിയും കാര്യങ്ങളൊക്കെ വേഗം കഴിപ്പിച്ചതിന് ശേഷം ഞാൻ മോനിക്കും മോളെയും ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ മോനിക്ക് ഞാൻ ക്രീം തേക്കുമ്പോൾ മോളിങ്ങനെ പറയുന്നുണ്ട്, ഉമ്മച്ചി ഞാനും തേച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആളെന്നെ ഒറ്റയ്ക്ക് കാലുമേലും കൈക്കൊക്കെ തേക്കുന്നുണ്ട്. ഹായ് പറ. അപ്പം മോൾക്ക് ഫുഡ് കൊടുക്കണം, മോനിക്ക് പാൽ കൊടുക്കണം. ഇനി ഇക്ക 2:30-3 മണിയായിക്കൂടി ഇക്ക ഫുഡ് കഴിക്കാൻ വരും. അപ്പം ബാക്കി വിശേഷം അന്നേരം കാണാം. പിന്നെ മോനിക്കും ഇത്താത്തൻ്റെ മോനിക്കുള്ള ഫുഡ് ഞാൻ വേഗം വെച്ച് കൊടുത്ത്. എൻ്റെ മോളൊറ്റയ്ക്ക് തന്നെ ഫുഡ് കഴിക്കും. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്ന ഇതൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഇക്ക വന്ന ഫുഡെല്ലാം കഴിച്ചിട്ട് ഇക്ക വേഗം പണിക്ക് പോയി. അങ്ങനെ പിന്നെ മോളെയും മോനെയും ഞാൻ വേഗം ഉറക്കി. അതിനുശേഷമാണ് എനിക്ക് ഇക്കാൻ്റെ വാർഡ്രോബ് വൃത്തിയാക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ അതിലുള്ള അയൺ ചെയ്യേണ്ട ഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്തിട്ട് അങ്ങനെ പിന്നെ ഞാനത് ഇത്രയും ഷർട്ടും കാര്യങ്ങളൊക്കെ എനിക്കിനി അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വേഗം അയൺ ചെയ്ത് വരാം. അങ്ങനെ ഓരോ ഷർട്ടായിട്ട് ഞാനിങ്ങനെ അയൺ ചെയ്ത് ഫുള്ള് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ വൈപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാർഡ്രോബ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാൻറ്റും മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ വേഗം മടക്കി സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് വാർഡ്രോബിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനൊക്കെ എണീച്ച് ഞാൻ പിന്നെയും പാൽ കൊടുത്ത് അവന് പിന്നെ ഉറക്കിയിട്ടാണ് ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. അങ്ങനെ പിന്നെ എല്ലാം മടക്കലും അയൺ ചെയ്യലും കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ വാർഡ്രോബിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ വാർഡ്രോബ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉപ്പ കുറച്ച് ഇങ്ങനത്തെ പൊരിപ്പ് ഐറ്റംസ് കൊണ്ടാണ് അങ്ങനെ ഈവനിങ് ചായ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കഴിച്ചത്. അങ്ങനെ പിന്നെ രാത്രിയിലുള്ള കൂടുതൽ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രാത്രിയായപ്പോൾ മക്കളെ കിടത്തി ഉറക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാനവിടെ കിടന്ന് ഉറങ്ങാൻ അവർ രണ്ടാളും നല്ല കളിയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.